കൂട്ടുകാരെ, ദാ നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ വീണ്ടും എത്തിയിട്ടോ. പൊട്ടിച്ചിരിപ്പിക്കുന്ന കുറെ കഥകളുമായിട്ടാ ഇത്തവണയും ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നേ, ഇല്ലേ ആശാനെ? അത് തന്നെ, മണ്ടത്തരങ്ങളുടെ രാജാവായ ഈ എലുമ്പന്റെയും ബുദ്ധിമാന്മാരുടെ ചക്രവർത്തിയായ സാക്ഷാൽ മീശയുടെയും അടിപൊളി കഥകൾ ദാ തുടങ്ങുകയായി. ആരാ മണ്ടനെന്നും ആരാ ബുദ്ധിമാനെന്നൊക്കെ കഥ കഴിയുമ്പോൾ അറിയാം. അപ്പോൾ അടുത്ത ബെല്ലോടുകൂടി ഞങ്ങളുടെ കഥകൾ തുടങ്ങുകയായി. ദാ കണ്ടോളൂ. ഹോ എലുമ്പ, കാലത്ത് തന്നെ നല്ല വിശപ്പ്. അതിന് ആശാൻ രാവിലെ ഒന്നും കഴിച്ചില്ലേ? അടുക്കളയിൽ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഏയ്, 10 കുറ്റി പൊട്ടും ഒരു കുല പഴവും മാത്രം, അതും 10 മിനിറ്റ് മുമ്പാ. ഹോ, എന്തൊരു വിശപ്പ്! ഭയങ്കരം തന്നെ. ആശാന്റെ വയറ്റിൽ വല്ല മുതലേ ഉണ്ടെന്ന് തോന്നുന്നു. എന്താടാ പിറുപിറുക്കുന്നേ? അല്ല ആശാനെ, ഞാൻ നമ്മുടെ ഹോട്ടലുകാരി ഓർത്തു പോയതാ. ഏത്, നമ്മുടെ സപ്ലയറുടെ കാര്യമോ? അത് തന്നെ. കൊള്ളാം കൊള്ളാം, ആ കഥ തന്നെ ആവട്ടെ ആദ്യം. ഈ മീശയുടെ കഴിവ് എല്ലാവരും ഒന്ന് കാണട്ടെ. ഓ, കാണട്ടെ. എന്നാതാ കണ്ടോ, ഞങ്ങളുടെ അടിപൊളി കഥയിൽ ആദ്യത്തേത്. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, ഞാലി പൂങ്കടളി വാഴ പൂക്കളിലാകെ തെന്നുകർന്നു. എടാ എലുമ്പ, നിന്റെ വാക്ക് കേട്ടിട്ടാ ഈ വഴി വന്നത്. സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി, ഇതുവരെ റോഡ് കാണുന്നില്ലല്ലോ. അടങ്ങാശാനെ, നമ്മൾ ഇപ്പങ്ങ് എത്തുന്നേ. ദേ എത്തി. ആവു, രക്ഷപ്പെട്ടു. ഓ, വിശന്നു കുടല് കരിയുന്നു. നേരാശാനെ, എനിക്കും. ഒരു ഹോട്ടൽ പോലും ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചവിട്ടി വിടാശാനെ, കാണാതിരിക്കില്ല. വിശപ്പ് മാറാൻ ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഓ, അവന്റെ ഒരു പാട്ട് പാട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, നാശം, വീണ്ടാതിരിക്കെ. വിശന്ന് കണ്ണ് കാണാതിരിക്കുമ്പോഴാ അവന്റെ ഒരു പാട്ട്. ആശാനെ നിർത്താശാനെ. എന്താടാ? ദേ അങ്ങോട്ട് നോക്കാശാനെ. ദേ അത് കണ്ടോ? എന്റെ അമ്മച്ചിയെ, രക്ഷപ്പെട്ടു. ഇന്നൊരു പിടി പിടിക്കണം. ഓ, എനിക്കും അതെ, നല്ല വിശപ്പുണ്ട്.